നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടിൽ ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചേനെ എന്ന ചില സിനിമകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ ഡിറ്റക്റ്റീവിനെ പോലെ ഒരാൾ നമ്മുടെ അങ്ങാടിപ്പുറത്തുണ്ട്. തുടർന്നു വരുന്ന മോഷണങ്ങളിൽ പ്രതിയെ പിടികൂടാൻ പോലീസ് പോലും പെടാപ്പാട് പെടുമ്പോൾ നീണ്ട അന്വേഷണത്തിനും നിരീക്ഷണങ്ങൾക്കുമൊടുവിൽ വ്യാപാരികളെ ദുരിതത്തിലാഴ്ത്തിയ കള്ളനെ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ് അങ്ങാടിപ്പുറം സ്വദേശിയായ അബ്ദുൾ സലാം. ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ പൈസയല്ല നോക്കുക, നമ്മുടെ ആ ഇൻട്രസ്റ്റ്, അത് ആ ആളെ പിടിക്കുമ്പോൾ ആണ് നമുക്ക് പൈസ അല്ല അവിടെ നമ്മുടെ ഒരു സംതൃപ്തി. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു അന്വേഷണം എന്നുള്ളത്. ഇപ്പം മാധ്യമപ്രവർത്തന അന്വേഷണം വളരെ റിസ്ക്കാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ആ കുണ്ടോട്ടിയിൽ നിന്ന് അയാളുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്ററോളം വിജനമായ സ്ഥലമാണ്. എന്നിട്ട് അയാളുടെ വീട്ടിലെത്തി അയാൾ അവരേറ്റ് സംസാരിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ പോരുന്നത്. ഇപ്പം ഇവരിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒറ്റയ്ക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്തെന്ന് വെച്ചപ്പോൾ, ഒറ്റയ്ക്ക് എന്നല്ല, നമ്മുടെ സ്പിരിറ്റാണത്. ആ സ്പിരിറ്റിനോട് മുന്നോട്ട് പോകണമെന്ന് മാത്രം. കഥകളിലും സിനിമകളിലുമെല്ലാം കണ്ടും കേട്ടും മാത്രം പരിചയമുള്ള ഡിറ്റക്റ്റീവ് മലയാളികളെ സംബന്ധിച്ച് ഒരു ഫാന്റസിയാണ്. അതുപോലെയൊക്കെ നമുക്ക് കഴിയുമോ എന്നും ചിന്തിക്കുന്നവരുണ്ടാകും. എന്നാൽ അങ്ങാടിപ്പുറം സ്വദേശിയും വ്യാപാരിയുമായ അബ്ദുൾ സലാം തന്റെ തൊട്ടടുത്ത കടയിൽ നടന്ന ചെറിയൊരു മോഷണത്തിന്റെ പൊരുൾ തേടി ഇറങ്ങുകയായിരുന്നു. കടയിലിരുന്നിട്ട് ഞാനിങ്ങനെ സംസാരിക്കുകയാണ് വേറൊരാളോട്. ഇപ്പൊ ഇങ്ങനെ ചേച്ചിയുടെ അടുത്ത് നിന്ന് 500 പോയി. അപ്പം നമ്മുടെ കടയിലേക്ക് വേറൊരാൾ കയറി വരികയാണ്. അയാൾ പറഞ്ഞു, അത് മുകളിലത്തെ കടക്കാരൻ, നമ്മൾ കച്ചവടക്കാരൻ വൈകുന്നേരം ആകുമ്പോഴാണ് കടകളിൽ വരിക. അപ്പം ഇയാൾ വന്നിട്ട് ഇതേ അനുഭവം എനിക്കും ഉണ്ടായി. എൻ്റെ കടയിൽ നിന്ന് എൻ്റെ മകനായിരുന്നു, അവൻ്റെ അടുത്ത് നിന്ന് 500 വാങ്ങിച്ചവൻ ഡോറ് തുറന്ന് ഓടിയെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ പല കടകളിലും ഇവൻ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു തോന്നി, ഇന്ന് അങ്ങനെ അവനെ വിട്ടാൻ പറ്റില്ല. ഇവൻ കയറിയത് മുഴുവൻ ലേഡീസും പെണ്ണുങ്ങളും കുട്ടികളുടെ കടകളിലാണ്. അപ്പോൾ അവനെ പിന്തുടർന്ന് 5-6 ദിവസം ഞാൻ അവൻ പോകുന്ന ലൊക്കേഷനിൽ ഓരോ കടകളിലും, അതായത് ഇപ്പം നമ്മൾ അങ്ങാടിപ്പുറത്തുനിന്ന് പിന്നെ ഞാൻ പോയത് മലപ്പുറത്തുനിന്ന് അവൻ്റെ കുറേ ഫോട്ടോകൾ കിട്ടി. പിന്നെ എന്നെ അവർ വിട്ടത്, അതായത് സംശയം പറയും കടക്കാർ, ഇവൻ പട്ടാമ്പിയാണ്, കൊപ്പാണ്, ഈ കടകളിലൊക്കെ ഞാൻ പോയി നോക്കി. അവിടുന്ന് കിട്ടിയ നിർദ്ദേശത്താണ് ഞാൻ ഓമശ്ശേരി എന്ന് പറയും, അരീക്കോട്, മുക്കം, ആ അടിവാരത്ത്, ആ ഭാഗത്തുള്ള കടകളിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴും ഇതേ ആളുടെ രൂപം തന്നെയാണ് നമുക്ക് ആ CCTV നിന്ന് കിട്ടിയത്. അപ്പം അങ്ങനെ പിന്തുടർന്ന അവസാനം കുണ്ടോട്ടി വന്നു. കുണ്ടോട്ടിയിൽ നിന്നാണ് ഇവൻ്റെ ലൊക്കേഷൻ എടവണ്ണപ്പാറക്കും ഓമാനൂരും ഇടയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓമാനൂർ ഇറങ്ങി. ഓമാനൂരിൻ്റെ മുമ്പ് ഞാൻ മുണ്ടക്കൈ ഇറങ്ങി, കാരണം ഇവനെ ആശാരിയാണ് എന്നുള്ളത് അറിയുന്നത് മുണ്ടക്കൈയിൽ നിന്നാണ്. അങ്ങനെ മുണ്ടക്കൈ ഇറങ്ങി, ഇവനെ ആശാരിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അങ്ങനെ ഓമാനൂർ ഇറങ്ങി. അവിടുത്തെ കടക്കാരോട് ഞാനൊരു എന്താ പറയുക, ഞാൻ വന്ന ഉദ്ദേശം മാറ്റി പറഞ്ഞു. അങ്ങനെയാണ് അവൻ്റെ ആ വഴി കൂടെ നടന്നു പോയിട്ട് അവൻ്റെ വീട് വരെ പോയിട്ട് അവൻ തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്തി. ഏകദേശം അവൻ്റെ വീട്ടിലെത്തിയിട്ട് അവൻ്റെ പേര് പറഞ്ഞ് അവൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് അവൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ തിരിച്ചു വരികയും. ആ വിവരം ഞാൻ കുണ്ടോട്ടി പോലീസിന് കൊടുത്തു. അതിനുശേഷം പെരുന്നാവണ്ണ പോലീസിന് കൊടുത്തു. അവരിപ്പോൾ ഞാൻ കേട്ടത് അവരവൻ്റെ വീട് പോയി അവനെ പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ചില്ലറയ്ക്ക് വേണ്ടി ഒരാൾ വരിക ചെയ്തത്. ചില്ലറ ഉണ്ടോ ചോദിച്ചു. അങ്ങനെ ഇവിടെ ഞാനില്ലാത്ത സമയമായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന് ചില്ലറ ചോദിച്ച സമയത്ത് ആ ചില്ലറ വാങ്ങാൻ നേരത്ത് 500 രൂപ അയാളെ കയ്യിലുണ്ട്. അപ്പോൾ അയാൾ 500 രൂപ തരുന്ന പോലെ കാണിച്ച് ഈ ചില്ലറ ഇവിടുന്ന് ആളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നേരെ പെട്ടെന്ന് ഇറങ്ങി ഓടുക ചെയ്തത്. ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് പോയി വാങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം ഉള്ളിൽ നിന്ന് വന്ന് വാങ്ങുമ്പോഴേക്കും അയാളെ ഏകദേശം അയാൾ ഓടി ഇവിടുന്ന് മറിഞ്ഞിട്ടുണ്ടായത്. എങ്ങോട്ടാ പോയതൊന്നും. അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന് എതിർവശത്താണ് അബ്ദുൾ സലാമിന്റെ സ്റ്റേഷനറി കട പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത കടയിലെ സ്ത്രീയോട് ഒരാൾ വന്ന 500 രൂപയ്ക്ക് ചേഞ്ച് ചോദിക്കുന്നു. 500 രൂപ കൈക്കലാക്കി ഇയാൾ പണം നൽകാതെ അതുമായി കടന്നുകളഞ്ഞു. ഒന്നും ചെയ്യാനാവാതെ നിന്നുപോയ കടയിലെ സ്ത്രീയുടെ സങ്കടത്തെക്കുറിച്ച് തൊട്ടപ്പുറത്തെ കടക്കാരനോട് പറഞ്ഞപ്പോൾ അയാൾക്കും ഇതേ രീതിയിലുള്ള അനുഭവമുണ്ടായെന്ന് പറയുന്നു. തുടർന്ന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലും ടൗണുകളിലുമെല്ലാമുള്ള കടകളിലും മറ്റും കയറി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. കയ്യിലെ പണമെടുത്ത സ്വന്തം ചിലവ് കൊണ്ട പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ കള്ളനെ കണ്ടെത്തി തെളിവുകൾ ശേഖരിച്ച പോലീസിനെ ഏൽപ്പിക്കുമ്പോൾ അബ്ദുൾ സലാമിന്റെ ഈ പ്രവൃത്തി ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നുകൂടിയാണ്. സ്വന്തം ജോലിയായിട്ട് പോലും നിരവധി മോഷണ കേസുകളിൽ ഇപ്പോഴും പോലീസിന് പ്രതികളെ പിടികൂടാനായിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket. Exceeding
expectations.